അപ്പോൾ നമുക്ക് ഒരു ട്യൂബർ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ട്യൂബർ എങ്ങനെ നടാം എന്നുള്ള ഇന്നത്തെ വീഡിയോയിൽ കാണാം. അപ്പോൾ നമ്മൾ ഇതുപോലുള്ളൊരു ടയറിൻ്റെ പോട്ടിലാണ് നടാൻ പോകുന്നത്. ഇപ്പോൾ ഇതിലേക്ക് നമ്മൾ ആദ്യം ഇടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഏത് ചെടി വെച്ചാലും അതിന് അടിവളം കൊടുക്കേണ്ട അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യമാണ്. നമ്മൾ താമര നടുന്നതിനുള്ള അല്ലെങ്കിൽ ആമ്പൽ നടുമ്പോൾ കൊടുക്കേണ്ട അടിവളമായിട്ടുള്ള വളമാണ് കൊടുക്കാൻ പോകുന്നത്. ഏറ്റവും നല്ലത് ചാണകപ്പൊടിയാണ്. അതിനുശേഷം നമുക്ക് ആട്ടുംപുഴുക്കപ്പൊടിയോ അങ്ങനത്തെ എന്തെങ്കിലും ജൈവവളപ്പൊടികൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഇതിൻ്റെ അടിവളമായിട്ട് കൊടുക്കാൻ ആവശ്യമായ ആട്ടുംപുഴുക്ക എടുത്തിട്ടുണ്ട് കേട്ടോ. കാരണം നമുക്ക് ആട് വളത്തിലായതുകൊണ്ട് നമ്മൾ അടിവളം എല്ലാത്തിനും കൊടുക്കുന്ന ആട്ടുംപുഴുക്കയാണ് പ്രധാനമായിട്ടും. അപ്പോൾ നിങ്ങൾക്ക് ചാണകപ്പൊടി ആണെങ്കിൽ അത് കൊടുക്കുക. പച്ച ചാണകം ഉപയോഗിക്കാതെ ഉണങ്ങിയ തന്നെ ഉപയോഗിക്കുക. അപ്പോൾ നമ്മൾ പൊടിച്ചത് എടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഇതിൻ്റെ അകത്ത് പൊടിയാത്ത കുറച്ച് ഭാഗം ആട്ടുംപുഴുങ്ങ കിടപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വലിയ കല്ലുകളുണ്ടോ എന്ന് മാത്രം നോക്കി വെച്ച് കല്ലുകളുണ്ടെങ്കിൽ നമ്മൾ നീക്കം ചെയ്യുകയാണ്. ഇനി നമുക്കിത് നമ്മുടെ തയ്യാറാക്കിയിരിക്കുന്ന പോട്ടിലേക്ക് അടിയിലെ ഒരു ലെയർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊരു പെർസെൻറ്റേജ് മാത്രമേ ആകാവൂ. ബാക്കി 2% നമ്മൾ മണ്ണായിരിക്കണം കൊടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഒന്നിൽ ചുമന്ന മണ്ണ് കൊടുക്കാം. അത് കട്ടയെല്ലാം മാറ്റി ഗാർഡൻ സോയിലാണ്. അപ്പോൾ റോസൊക്കെ വളർത്താൻ വേണ്ടി ഉപയോഗിക്കുന്നത് അത് വേണേൽ നിങ്ങൾക്ക് കൊടുക്കാം. അല്ല എന്ന വരിയിൽ നിങ്ങൾക്ക് ഇതുപോലെ കണ്ടെത്തി നിന്നുള്ള ചെളി ഇതുണ്ടോ, വയലിൽ നിന്നൊക്കെയുള്ള ചെളി നമ്മൾ കളക്ട് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. നിങ്ങൾക്ക് അവൈലബിൾ ഏതാണോ അത് ഉപയോഗിക്കുക. ഇപ്പോൾ ഗാർഡൻ സോയിലാണ്, ചുവന്ന മണ്ണാണ് ഉപയോഗിക്കുന്നതെന്നൊരിൽ അതിൻ്റെ അകത്തേയും കല്ലുകളെല്ലാം പറക്കി കളഞ്ഞു വെച്ച് നിങ്ങൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക. അപ്പം നമ്മൾ അടുത്ത ഒരു 2% നമ്മൾ മണ്ണാണ് കൊടുക്കുന്നത്. ഈ മണ്ണ് ഇതിൻ്റെ അകത്തൊന്ന് നല്ല രീതിയിൽ എല്ലാ ഭാഗത്തും കട്ടയൊക്കെ ഒന്ന് പൊട്ടിച്ച് റെഡിയാക്കി നിരത്തി സെറ്റ് ചെയ്തെടുക്കണം. അപ്പം നമുക്കിത് ആദ്യം ഒന്ന് കട്ടയെല്ലാം ഒന്ന് പൊട്ടിച്ച് ഇതിൻ്റെ അകത്ത് എക്സ്ട്രാ പന്ന വേരുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്ത് വെച്ച് നമുക്ക് നല്ല രീതിയിൽ ഇതൊന്ന് പോട്ട് നിറച്ചെടുക്കാം. അരഭാഗം മണ്ണും എല്ലാം കൂടി ചേർത്ത് നിറച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ഭാഗം വെള്ളം കൂടി കൊടുത്തു കഴിയുമ്പോൾ അത് റെഡി ആയിക്കോളും. ഒരു പ്ലാസ്റ്റിക് ഇതേപോലെ അങ്ങോട്ട് വിരിച്ചിടും. അതിനുശേഷം ഇത്രയും വലുത് വേണമെന്നുള്ള നിർബന്ധമൊന്നുമില്ല. ചെറിയൊരു പ്ലാസ്റ്റിക് കഷ്ണം എടുത്താലും മതി. പക്ഷേ ഈ മണ്ണിളകാത്ത രീതിയിൽ അങ്ങോട്ട് വിരിക്കുക. അതിനുശേഷം നമ്മൾ ഇതിലേക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാനുള്ള പരിപാടി നോക്കാം. കുറച്ച് നമുക്ക് ഇനിയിപ്പം പ്ലാസ്റ്റിക് പതുക്കെ മാറ്റി കൊടുക്കാം. ഇതുകൊണ്ടോ, ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന വെള്ളമാണെങ്കിൽ ഒത്തിരി കലങ്ങിയിട്ടില്ല. ഇപ്പം നമ്മൾ എടുത്ത സമയത്ത് ഒരിച്ചിരി കലങ്ങിയിട്ടുണ്ട്. അത് കുഴപ്പമൊന്നുമില്ല. എന്നാലും ഒരല്പം കലങ്ങും. എന്നാൽ ഓവറായിട്ട് കലങ്ങിയൊന്നും ആയിട്ടില്ല. ഇത് പെട്ടെന്ന് തന്നെ തെളിഞ്ഞോളും. അപ്പോൾ തന്നെ നമ്മൾ നടാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന നമ്മുടെ ട്യൂബറാണ്. അപ്പോൾ ഇതിനി നമുക്ക് നട്ടേക്കാം. പ്രത്യേകിച്ച് വലിയ പരിപാടിയൊന്നുമില്ല. നിങ്ങൾക്ക് ഏത് പോർഷന് നടാൻ താല്പര്യമുണ്ടോ അവിടേക്ക് നടുക. സെൻറ്ററിൽ വേണേൽ സെൻറ്ററിൽ, അല്ലെങ്കിൽ 1-2 ഉണ്ടെങ്കിൽ സൈഡിൽ നിങ്ങൾക്ക് എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. ഇത് നമ്മൾ നേരെ സെൻറ്ററിലേക്ക് നടുകയാണ്. ചെറിയൊരു വരമ്പ് പോലെ ചെറിയതായിട്ട് കൈകൊണ്ട് ആ വെള്ളത്തിനകത്ത് തന്നെ ചെറുതായിട്ടൊന്ന് കുത്തിയും വെച്ച് 2 സൈഡിൽ നിന്ന് മണ്ണൂടി അങ്ങോട്ട് ഇട്ട് ലെവൽ ചെയ്യുക മാത്രമാണ്. അഥവാ ഇനി നിങ്ങൾക്ക് മണ്ണ് കുറവുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ, അല്ല ട്യൂബർ പിടരാൻ സാധ്യതയുണ്ടെന്ന് നിങ്ങൾക്ക് തോന്നുകയാണെങ്കിൽ ഒരല്പം കൂടി മണ്ണ് എടുത്ത് അതിനെ മുകളിലേക്ക് വെച്ച് നേരെ ഉറപ്പിക്കുക. ഇത്രയേ ഉള്ളൂ പരിപാടി.